വാഴ്ക വയ്യകം വാഴ്ക വളമുടൻ. സ്നേഹിതരെ, നമ്മൾ ഏതൊരു വസ്തുവിനെ കണ്ടാലും കണ്ണുകൾ കൊണ്ട് കാണുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നും ജീവകാന്ത ശക്തി തരംഗങ്ങളായി സ്പർശമായും കാഴ്ചയായും ശബ്ദമായും സ്വാദായും മണമായും മാറി മനസ്സായി മാറുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ 6 രീതിയിൽ ചിലവായിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, വെളിച്ചത്തെ നാം കാണുന്നു. ആ വെളിച്ചത്തിന് അനുപാതമായി നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് സാധാരണ 2 യൂണിറ്റ് ജീവകാന്തം ചിലവാകുന്നുവെന്ന് വയ്ക്കുക. ആ വെളിച്ചം 20 യൂണിറ്റായി മാറിയാൽ ശരീരത്തിൻ്റെ ജീവകാന്ത ചിലവ് കണ്ണുകളിലൂടെ അത് 20 യൂണിറ്റായി വർദ്ധിക്കും. അതായത് കൺവേർഷൻ ഈസ് റേസ്ഡ് ഫ്രം 2 to 20 എന്ന് വിചാരിക്കൂ. അതായത് ഓരോരോ വസ്തുക്കളെയും ഏത് പെർസെപ്ഷനിൽ ഉണർവായിരുന്നാലും അതിന് ആനുപാതികമായ ജീവകാന്ത അളവ് ചിലവാകും. അത് പ്രവൃത്തിയായി മാറുമ്പോൾ അതിന് വേവ് ലെങ്ത് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു, എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. ഉദാഹരണമായി, വെളിച്ചത്തിൽ നിങ്ങൾ ഒരു വസ്തുവിനെ കാണുന്നു. അത് മനസ്സിലുണ്ട്. അതിനെ ഇരുട്ടിൽ കാണുന്നതായി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? പകൽ വെളിച്ചത്തിൽ ഞാനതിനെ കണ്ടു, നല്ല വെളിച്ചത്തിലാണ് കണ്ടത്. ഒരു ആനയെ കണ്ടു എന്ന് കരുതുക. അത് നമ്മളിൽ മുദ്രണമായി മാറി. രാത്രിയിൽ കൂരിരുട്ടത്ത് ആ ആനയെ കാണുന്നതായി നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ കണ്ണടച്ചിട്ട്? അപ്പോൾ എങ്ങനെയാണോ നാം ആനയെ കണ്ടത്, ആ സമയത്ത് കണ്ണിലൂടെ എത്രത്തോളം ജീവകാന്ത ശക്തി ചിലവഴിച്ചോ ആ പ്രവൃത്തിയിൽ ഉണ്ടായ ചിന്തകളുടെ ഫ്രീക്വൻസി ഏതായിരുന്നുവോ അപ്രകാരം മാത്രമേ ദൃശ്യം സാധ്യമാകൂ. ഇതിനാൽ ചിന്തകളിലെ അലകൾക്ക് വ്യത്യാസമുണ്ടാകും. ഓരോന്നിനും ചിലവ് വ്യത്യാസമുണ്ട്. ജീവകാന്ത ശക്തിയുടെ ചിലവ് വ്യത്യാസം. അതുകൂടാതെ ഗുണവ്യത്യാസവുമുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റി, മറ്റൊന്ന് ക്വാളിറ്റി. ക്വാണ്ടിറ്റി എന്നത് ഒരു വസ്തുവിനെ കാണുന്നത്, അത് ക്വാണ്ടിറ്റി. ആരെയാണ് കണ്ടത്? എൻ്റെ സ്നേഹിതനെയാണ് കണ്ടത്. ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു, വളരെ സന്തോഷം ലഭിച്ചു. അതേപോലെ മറ്റൊരാളെ കാണുന്നു എന്ന് വയ്ക്കുക. അവനാകട്ടെ ശത്രു. 2 പേരും മനുഷ്യരാണ്. ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമില്ല. ക്വാളിറ്റി. ശത്രുവിനെ കണ്ട കാര്യം ഓർക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നു. എന്നാൽ സ്നേഹിതനെ ഓർക്കുമ്പോഴോ മനസ്സ് ശാന്തമാകുന്നു, സന്തോഷമായിരിക്കുന്നു. ഇതുപോലെ മനസ്സിന് പല പല ശീലങ്ങളും ഉണ്ട്. ഇതുപോലെ മനസ്സിൽ പലവിധമായ ശീലങ്ങളാൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സും സംജാതമായി ഇല്ലേ? നാം എന്താണിപ്പോൾ ചിന്തിക്കുന്നത്? പഴയ ശീലങ്ങൾ, വേണ്ടാത്ത ശീലങ്ങളെല്ലാം ഒഴിവാക്കണം, നീക്കണം. അതിനായി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ ശീലങ്ങളെല്ലാം നമ്മൾ ഏതെല്ലാം ഫ്രീക്വൻസിയിൽ, അതായത് ഇന്ദ്രിയ നിലയിൽ ചെയ്ത ശീലങ്ങളെല്ലാം 14 തൊട്ട് 40 സൈക്കിൾ പെർ സെക്കൻഡിലാണ് നിലനിൽക്കുന്നത്. അതായത് ഫ്രീക്വൻസി 1 സെക്കൻഡ്. അപ്പോൾ നമ്മൾ എത്രയെത്ര ശീലങ്ങൾ ആ ഫ്രീക്വൻസിയിൽ പ്രവൃത്തി ചെയ്ത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നോക്കാം. സമാധാനമായിരുന്ന് ഇന്ദ്രിയങ്ങളെ ഉണർത്താതെയുള്ള നല്ല ശീലങ്ങളെ ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ഇഷ്ടം പോലെ നാം ഇതുവരെ എന്തൊക്കെ ചെയ്തിരുന്നുവോ അങ്ങനെ വെറുതെ ഇരുന്നാൽ ആ ഫ്രീക്വൻസി വരുമ്പോൾ ആ ശീലങ്ങളെല്ലാം വീണ്ടും വീണ്ടും ചിന്തകളായും പ്രവൃത്തികളായും മാറിക്കൊണ്ടിരിക്കും. തടുക്കുവാൻ സാധിക്കുമോ? ഇല്ല. ഇപ്പോൾ നമുക്കതിൽ നിന്നും സ്കിപ്പാകാൻ കഴിയും. അതിൽ നിന്നും മാറി അതിലകപ്പെടാതെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ ഫ്രീക്വൻസി കുറയ്ക്കണം. ഒരു റേഡിയോയിൽ നിന്നും ഒരു പ്രക്ഷേപണം വരുന്നു. അത് ഏത് ഫ്രീക്വൻസിയിലാണോ വരുന്നത് ആ ഫ്രീക്വൻസി റേഡിയോയിൽ ട്യൂൺ ചെയ്താൽ മാത്രമേ ആ പ്രോഗ്രാം നമുക്ക് കേൾക്കാൻ കഴിയൂ. അത് വേറെ ഫ്രീക്വൻസിയിലാണ് റേഡിയോ വയ്ക്കുന്നതെങ്കിലോ ആ റേഡിയോ തരംഗങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ഉണ്ടാകും, എങ്കിലും നമുക്ക് അത് കേൾക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും.
നിരവധി വ്യത്യസ്തമായ ഫ്രീക്വൻസികളിലൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാ പ്രവൃത്തികളും ശീലങ്ങളും എവിടെയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയൂ. നിങ്ങൾ അറിഞ്ഞിരിക്കണം, എല്ലാം 14 തൊട്ട് 40 എന്ന ഫ്രീക്വൻസിയിൽ തന്നെയല്ലേ. ഇപ്പോൾ നിങ്ങൾ ആ ഫ്രീക്വൻസിയിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളാണ്, അതായത് ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി എന്നിവ മൂലമുള്ള ചിന്തകൾ വന്നുകൊണ്ടല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നില്ല എന്ന് വയ്ക്കുക. അപ്പോൾ ഫ്രീക്വൻസി മാറുന്നു. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പ്രാക്ടിക്കലി സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റ് EEG വെച്ച് ടെസ്റ്റ് ചെയ്താൽ 8 തൊട്ട് 13 വരെയായിരിക്കും മെൻ്റൽ ഫ്രീക്വൻസി ഉണ്ടാവുക. 14 നിന്ന് 40 എന്ന വേഗം, 8 നിന്ന് 13 എന്ന വേഗം. ഇപ്പോൾ രംഗനാഥ ക്ഷേത്രത്തിൽ പോയി ഒരാൾ ശ്രീകോവിലിനെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്ന് കരുതുക. അയാൾ 40 പ്രദക്ഷിണം വയ്ക്കുന്നു എന്ന് വിചാരിക്കൂ. അവിടെ ഒരു ഭാഗത്ത് ഒരു വസ്തുവുണ്ട്, ഒരു ആന തന്നെ നിൽക്കുന്നു എന്ന് കരുതുക. അയാൾ അതിനെ കാണുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇതേ വ്യക്തി 8 മുതൽ 13 വരെ എന്ന രീതിയിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ സാവധാനത്തിലായതിനാൽ ഇതേ ആനയെ നിരീക്ഷിക്കുന്നതിൽ വ്യത്യാസമുണ്ടാകുമില്ലേ? അതേപോലെ നമ്മുടെ അറിവിന് വേണ്ട തെളിച്ചം വന്നാൽ, ശാന്തമായ നിലയിൽ വന്നാൽ മാത്രമേ കാര്യങ്ങളെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാ കാര്യങ്ങളും മനസ്സിലാകും, പക്ഷേ അത് ശാന്തമായ നിലയിൽ അല്ലെങ്കിൽ, ഉദാഹരണമായി ഒരാൾക്ക് കോപം വന്നു എന്ന് കരുതുക. കോപം വന്ന സമയത്ത് താൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് അയാൾക്കറിയാമോ? ആ ഫ്രീക്വൻസിയിൽ അയാൾക്ക് ഒരിക്കലും അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ആജ്ഞാധ്യാനത്തിലൂടെ 8 മുതൽ 13 വരെ ഫ്രീക്വൻസി ആകുമ്പോൾ അയാൾക്കത് മനസ്സിലാകും. തുര്യത്തിലാകുമ്പോൾ അതേ 8 മുതൽ 13 ഫ്രീക്വൻസി നല്ലവണ്ണം സ്റ്റഡി ആയിരിക്കും. അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് അധികമായുള്ള സ്ഥലമാണ്. അതിനുശേഷം നാം ശക്തികളത്തിലേക്ക് പോകുന്നു. ശക്തികളത്തിൽ 4 മുതൽ 7 വരെയാണ് ഫ്രീക്വൻസി. എന്തുകൊണ്ട്? മനസ്സ് വിരിഞ്ഞു നിൽക്കുന്നു. മാഗ്നറ്റിക് ഫോഴ്സിനെ, മനസ്സിനെ ഏതു വസ്തുവിന്മേൽ വയ്ക്കുന്നുവോ, ഇപ്പോൾ അതേ മനസ്സിനെ ഒരു വസ്തുവും ഇല്ലാതെ അത്രയേറെ അകലത്തിൽ വിശാലമായ ഒന്നിലാണ് നിർത്തുന്നത്. 1 ഇഞ്ച് വ്യാസമുള്ള പൈപ്പിൽ ഓടുന്ന വെള്ളത്തെ 10 ഇഞ്ച് വ്യാസമുള്ള പൈപ്പിൽ കണക്ട് ചെയ്താൽ 1 ഇഞ്ച് പൈപ്പിൽ ഉണ്ടായിരുന്ന വേഗം എന്ത്? 10 ഇഞ്ച് പൈപ്പിൽ ഓടുന്ന വേഗം എന്ത്? പ്രഷർ കുറയുമില്ലേ? ഇതുപോലെ നമ്മുടെ മനസ്സിനെ അകലെ 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 വികസിച്ചു കൊണ്ടുപോകുമ്പോൾ ശാന്തമായിത്തീരുന്നു. സത്യമായിട്ടും നമ്മൾ കുറച്ച് ഉഷാറായി, അവെയർനെസ്സായി ഇരിക്കേണ്ടതായിട്ടുണ്ട്. ആ അവെയർനെസ് ലഭിക്കുവാൻ നമുക്കൊരു സയൻറ്റിഫിക് മൈൻഡ് ഉണ്ടായെങ്കിലേ സാധിക്കൂ. അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുന്നു. അങ്ങനെ ഇടയ്ക്കറിഞ്ഞാൽ ശ്രദ്ധിക്കുന്നു, പിന്നെ മനസ്സ് വീണ്ടും ഓടുന്നു, പിന്നെ അടുത്തത് ശക്തികളം, പിന്നെയും കണ്ണടച്ചിരിക്കുന്നു. ആ രീതിയിൽ പരിശീലിക്കുന്ന പലരെയും കാണാം. ആദ്യമായി പഠിക്കുന്നവരല്ല, മറിച്ച് അങ്ങനെയുള്ള അധ്യാപകരെയും കാണാം. മനസ്സിനെ തുര്യത്തിൽ കൊണ്ടാക്കിയിട്ട് നന്നായി ഉറങ്ങുന്നു. ധ്യാനത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയുന്നില്ല. തുര്യം എന്നത് തന്നെ ഉറക്കത്തിൻ്റെ അവസ്ഥയാണ്. ആൽഫയിൽ തന്നെയാണ് ഉറക്കം നടക്കുന്നത്. ആജ്ഞയും തുര്യവും ഉറക്കത്തിൻ്റെ നില തന്നെയാണ്. ആ ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ അവബോധത്തോടെ നിലകൊള്ളുന്നതാണ് യഥാർത്ഥ ധ്യാനം. ആ ഉറക്കനിലയിൽ ഉറങ്ങാതെ ബോധനിലയിൽ നിൽക്കുമ്പോൾ ആ ഫ്രീക്വൻസിയിൽ കിട്ടുന്ന ഉണർവ്, ശക്തി, അറിവ്, തെളിവ് എന്നിവയെല്ലാം വളരെ കൂടുതലാണ്. അതിനുശേഷം ശുദ്ധശൂന്യതയിലേക്ക് പോകുന്നു. ഏതൊരു വസ്തുവിനെ നമ്മൾ കണ്ടാലും അതേക്കുറിച്ച് ചിന്തിച്ചാലും മനസ്സ് ആ രൂപമായി മാറുമല്ലോ, അല്ലേ? ശുദ്ധശൂന്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സത്യമായും ശുദ്ധശൂന്യതയെ അറിഞ്ഞുകൊണ്ട് വിചാരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എന്താണായിത്തീരുന്നിരിക്കുന്നത്? അവിടെ എന്തെങ്കിലും സ്പർശം, രസം, ഗന്ധം, രൂപം, ശബ്ദം, മനസ്സ് എന്നിവ ഇരിക്കുന്നുണ്ടോ? പരിശുദ്ധമായ പൂർണ്ണമായ നില അതാണ്.
1 മുതൽ 3 വരെയുള്ള ഫ്രീക്വൻസി ആയിത്തീരും. ഇത് നിത്യേന പരിശീലിച്ചു വരുമ്പോൾ നമ്മൾ സാധാരണയായി നിലകൊള്ളുമ്പോൾ തന്നെ മറ്റു മോശശീലങ്ങളെല്ലാം ഉയർന്ന ഫ്രീക്വൻസിയിൽ എങ്ങനെയാണോ തിരിച്ചു വന്നുകൊണ്ടിരുന്നത്, അതിനു പകരമായി ഈ ധ്യാനത്തിലൂടെ ആർജിതമായ താഴ്ന്ന ഫ്രീക്വൻസി നമ്മിൽ നിലനിൽക്കുകയും അങ്ങനെ മാനസിക പ്രക്ഷുബ്ധത ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. വാഴ്ക വളമുടൻ.